ഹായ്. അപ്പോൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് ചെക്കിലെത്തിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് UAE നാട്ടോ, നാട്ടിൽ നിന്നല്ല, UAE നാട്ടോ. 7 വർഷമായിട്ട് ഞാൻ UAE ലുണ്ടായിരുന്നു. അങ്ങനെ ചെക്കിലുള്ള ഒരാളെ നിന്ന് പെർമിറ്റ് എടുത്തിട്ട് അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നത് കേട്ടോ. ഏജൻസി വഴിയല്ല ഞാൻ വന്നത്, സ്വന്തമായിട്ട് ഇവിടെ നിന്ന് പെർമിറ്റ് മേടിച്ചിട്ട് ദുബായിൽ നിന്ന് തേർഡ് പാർട്ടി വഴി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാട്ടോ വന്നത്. പേപ്പർ വർക്കൊക്കെ സ്വന്തമായിട്ടാട്ടോ ചെയ്തത്. എന്നുവെച്ചാൽ അപ്പോസിലും ട്രാൻസ്ലേഷനൊക്കെ വേറെ ഡൽഹിക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ചെയ്ത് അവർ തിരിച്ചെനിക്ക് അയച്ചു തന്നായിരുന്നു ദുബായിക്ക്. പേപ്പർ പിന്നെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫില്ല് ചെയ്തു. ഏജൻസിയായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഏജൻസി ഏതാണെന്ന്. അപ്പോൾ ഏജൻസി വഴിയല്ല ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പെർമിറ്റ് മേടിച്ചത് നാട്ടിലൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ 5 പേര് മേടിച്ചു. പക്ഷേ അതിൽ ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അപ്പോയിൻമെൻറ്റ് കിട്ടിയുള്ളൂ എംബസിയിൽ. ബാക്കി 3 പേർക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യും അപ്പോയിൻമെൻറ്റിനായിട്ട്. തേർഡ് പാർട്ടി വഴി അടുത്തെങ്കിലും 5 പേര് കൊടുത്തായിരുന്നു തേർഡ് പാർട്ടി എടുക്കാനായിട്ട്. പക്ഷേ 2 പേർക്ക് കിട്ടിയുള്ളൂ, 3 പേർക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. തേർഡ് പാർട്ടി വഴി ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്, ഏജൻസി വഴിയല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ചിലവായെന്ന് പറയുന്നത് ഇതിൽ പെർമിറ്റ് എടുക്കാനായിട്ട് ഏകദേശം 1 ലക്ഷം രൂപ വരെ ചിലവായിട്ടുണ്ട്. പിന്നെ തേർഡ് പാർട്ടി അപ്പോയിൻമെൻറ്റിന് ഒരു 4000 ദിർഹംസ് ആയിട്ടുണ്ട്. ഇന്ത്യൻ മണി 1 ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ എംബസി ഫീസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനെ അല്ലറ വരാനുള്ള പർച്ചേസ് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൂടെ 1 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടൽ ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എംബസി അപ്പോയിൻമെൻറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഒരു 1 ലക്ഷം രൂപ കൂടെ ഞങ്ങൾക്ക് കുറഞ്ഞ് കിട്ടിയേനെ. പക്ഷേ എംബസി അപ്പോയിൻറ്റ് കിട്ടിയില്ല. അങ്ങനെ ടോട്ടൽ 3 ലക്ഷം രൂപ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഫാസ്റ്റായിട്ട് നടന്നു കേട്ടോ. പെർമിറ്റ് വന്നു, എംബസി സബ്മിഷൻ എല്ലാം ഒരു 6 മാസത്തിനകത്ത് തന്നെ ഞാനിവിടെ എത്തി. പെർമിറ്റ് കിട്ടി അടുത്ത പിറ്റേ മാസം തന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയായിരുന്നു കേട്ടോ. UAE 3 മാസത്തിലൊരിക്കൽ എംബസി ഓപ്പൺ ആവത്തുള്ളൂ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു പെർമിറ്റ് കിട്ടിയത്. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയായിരുന്നു. സബ്മിഷൻ കഴിഞ്ഞു ഒരു 60 to 90 ഡേയ്സ് ആട്ടോ അവർ സമയം പറയുന്നത്. അപ്പോൾ എനിക്ക് 89 ഡേയ്സ് ആയപ്പോൾ എന്നെ ഇത് കൺഫർമേഷൻ വന്നായിരുന്നു കേട്ടോ. മെയിൽ അപ്രൂവൽ ആയെന്ന് പറഞ്ഞ് സബ്മിഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റാമ്പ് ചെയ്തു. എല്ലാം 6 മാസത്തിനകത്ത് ഞാനിവിടെ എത്തി. ഞങ്ങൾ 2 പേരും, ബാക്കി 3 പേരും ഇപ്പോഴും അവിടെയാണ് ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എടുത്ത് തന്നെ പുള്ളിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോയിൻമെൻറ്റ്. പുള്ളിയെ വിളിച്ചിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. എവിടെയാണെന്നൊന്നും അറിയില്ല. ഒരു ബംഗ്ലാദേശുകാരനാട്ടോ ഞങ്ങൾക്ക് എടുത്ത് തന്നത്. അതാണ് ഞങ്ങളുടെ സ്റ്റോറി. ഇവിടെ എത്തുന്നവരുള്ള കേട്ടോ. ഓക്കെ, ബൈ.